ചില ആൾക്ക് മീത്താരാ മെറിയാന്ന് പോലും അറിയില്ല. മിരിയേട്ടാന്ന് വിളിക്കുന്ന ആളുണ്ട്, മീത്തേച്ചിന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ആരായി ഇരിക്കുന്നേ? മിത്തോടും എന്റെ മുന്നിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും, പക്ഷേങ്കിൽ സ്ട്രോങ് അല്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. മിത്തോട് മെരി അത് ഭയങ്കര കേൾക്കുക. ചന്തയിൽ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച ഇത് ചന്തിയിലാകും. ചന്തിക്ക് വരെ മെറിന്റെ വേൾഡ് ഇസ് വെരി സ്മോൾ. ഹസ്ബൻഡ്, ബേബി, അമ്മായിയമ്മ, ആൻഡ് ദെൻ ഹർ പേരൻസ് ആൻഡ് 3 of her friends and my friends. പിന്നെ അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ. ചെറുപ്പത്തിൽ ഭയങ്കര പ്രശ്നങ്ങളോടുകൂടി വളർന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരു സാധനം വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് ഫുഡായാലും ഡ്രസ്സായാലും നശിപ്പിക്കുന്നതോ വെറുതെ വെക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാത്തതാണ്, പക്ഷെ അത് യൂസബിൾ ആണ്, വേറെ ഉപകാരപ്പെടുന്ന തന്നെയാണ്. മെറി ഒരു സ്ഥലത്ത് തന്നെ വിടാറില്ല. അപ്പൊ മിലിയോ പോയാലും കുഴപ്പമില്ല, മിത്തോട് അവിടെ പിടിച്ചോണ്ടാണ് റോഡ് ഒക്കെ സഹിക്കാം. നമ്മൾ റോഡ് തിരിച്ചു വരും. ഇതിങ്ങനെ മറ്റേ കേശുവിന്റെ വീട് ദിലീപ് നടക്കുന്ന പോലെ ഒരു നടത്താം, പിന്നെ ആരെങ്കിലും തിരിച്ചു അമ്മ വടിയൊക്കെ എടുത്തിട്ട് വരിക. കുണ്ടിൽ ഇങ്ങനെ കാല് വീണു. അപ്പൊ ഓ മൈ ഗോഡ് അച്ഛമ്മേന്ന് പറഞ്ഞു. വേറൊരു സാധനം പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലൊക്കെ താഴത്തൊക്കെ വീണാൽ അതെടുത്തിട്ട് എന്താ കഥ ഇത്? മുല്ല പോലെ ഓ മൈ ഗോഡ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ചില ചേച്ചിമാരൊക്കെ ഉണ്ടാകും, നമ്മളോട് വന്നിട്ട് പറയും അയ്യോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങാൻ വയ്യ. അപ്പൊ ഞാൻ പ്രൊഫൈലിൽ പോയി നോക്കും ആക്ച്വലി അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ നമ്മൾ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കും. നമ്മൾ അണ്ടല്ലൂർ ധർമ്മടംകാരുടെ ഒരു ഹൃദയമിടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അണ്ടല്ലൂർ ഉത്സവം. ആ ഉത്സവത്തിൽ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു വൈബ് മനസ്സിലാവും. നിങ്ങൾ ഒരു വീട്ടിൽ നിങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ബാത്റൂം പോകാൻ ഒരു വീട്ടിൽ കയറി ചെന്നാൽ നിങ്ങൾ അവിടുത്തെ കുടുംബക്കാരായി. എയർപോർട്ട് പോലീസ് എയർപോർട്ട് എന്നെ കൊടുക്കും. അതെന്താ എനിക്കറിയില്ല. കള്ളലക്ഷണം എനിക്ക് ടെൻഷനായി. ഞാൻ അറിയാണ്ട് ഇയാള് കള്ള ബിസ്ക്കറ്റും ചുച്ചാ ഐ ലവ് യു എന്ന് പറയും. അപ്പൊ പറയും പപ്പേ ഐ ലവ് യു, പപ്പ ഐ ലവ് യു. അത് കേൾക്കുമ്പോൾ ഒരു റിലാക്സേഷൻ, ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇത്രയും ടെൻഷൻസിന്റെ ഇടയിൽ അതും കേട്ടാ മതി എനിക്ക്.